ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കാത്തലിക് മിററിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ വരുന്നത്. വലിയ സ്നേഹത്തോടുകൂടി ബഹുമാനപ്പെട്ട മാത്യു അച്ഛനും ഞാൻ നിങ്ങളതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രത്യേകതയുള്ള ഒരു എപ്പിസോഡാണിത്. അതിൽ തുറക്കം കുറിക്കുന്നത് പതിവുപോലെ മാത്യു അച്ഛൻ തന്നെയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. സന്തോഷം മുഖത്ത്. അദ്ദേഹത്തിന്റെ 800ാം ചരമവാർഷികം നമ്മൾ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. ലോകമെമ്പാടുമുള്ള ഫ്രാൻസിസ്കൻ സഭകൾ, കത്തോലിക്ക സഭ മൊത്തത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ഫ്രാൻസിസ്കൻ സഭകൾ എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അത്തരത്തിലുള്ള ഒരു സഭയിലെ ഒരു അംഗമാണ്, കപ്പുച്ചൻ സഭയിലേത്. കാരണം എനിക്കൊന്ന് ഒരു വിശുദ്ധന്റെ നാമധേയത്തിലുള്ള സഭകളിൽ ഏറ്റവും കൂടുതൽ സഭകൾ വരുന്നത് ഫ്രാൻസിസിന്റെ ആയിരിക്കണം. അതായിരുന്നു കാരണം വിഭാഗങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾ ഫ്രാൻസിസിന്റെ 800ാം വർഷം ചരമവാർഷികമായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഫ്രാൻസിസിനെ കുറിച്ചും ഫ്രാൻസിസ് സഭയിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും ഇന്നും ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ലോകാവസാനം വരെ ചെലുത്താൻ പോകുന്ന ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയുടെ ആ പ്രാധാന്യത്തെക്കുറിച്ചും ഒരല്പം ചിന്തിക്കാമെന്ന് കരുതുകയാണ്. വിജയൻ ഫ്രാൻസിസ് അസീസിയുടെ പുസ്തകം വായിച്ചിട്ടാണ് മാനസാന്തര വഴിയിലേക്ക് വന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഫ്രാൻസിസ് പിതാവിൽ നിന്ന് ലഭിച്ച ആ പ്രചോദനം? അച്ഛാ, ഞാൻ ഈ കഴിഞ്ഞ നമ്മൾ കുറച്ചേറെ എപ്പിസോഡുകൾ ചെയ്തു കാത്തലിക് മിററിൽ. ഒരുപക്ഷെ ആത്മാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോഴുള്ളൊരു ആനന്ദം മറ്റൊരു എപ്പിസോഡിൽ ഉണ്ടായിരുന്ന എനിക്ക് സംശയമുണ്ട്. കാരണം ഫ്രാൻസിസിൻ്റെ ഈ പേര് പറയുമ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയും പ്രത്യേകിച്ച് ഈ ഇങ്ങനൊരു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് വർഷമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അതറിഞ്ഞപ്പോഴുള്ള സന്തോഷം എനിക്ക് പറഞ്ഞിരിക്കാൻ സാധ്യമല്ല. സഭയിൽ എത്രയോ വിശുദ്ധരല്ലേ, സഭയിൽ എത്രയോ വിശുദ്ധരുണ്ടായി. എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനു മുമ്പ് ഏതെങ്കിലും വിശുദ്ധൻ്റെ പേരിൽ ഇങ്ങനെ വർഷം പ്രഖ്യാപിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് സ്വാഭാവികമായിരിക്കും. കാരണം മറ്റു വിശുദ്ധർക്കൊന്നും ലഭിക്കാത്തൊരു പേര് ഫ്രാൻസിന് ലഭിച്ചിട്ടുണ്ടല്ലോ, രണ്ടാം ക്രിസ്തു. അപ്പം അങ്ങനെ ഇനി ഈശോ പറഞ്ഞ വചനങ്ങളെ ഇദ്ദേഹം ജീവിച്ച് കാണിച്ചതിനേക്കാൾ ഇനി എങ്ങനെ ജീവിച്ച് കാണിക്കാമെന്നൊക്കെ പോലും ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഫ്രാൻസിസിനെ അനുകരിച്ചാൽ മതി, ഈശോയെ പൂർണ്ണമായിട്ട് അനുകരിക്കാവുന്ന രീതിയിൽ പോലെയുള്ള ഇതാണുള്ളത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിലൊക്കെ പങ്കെടുത്ത് ഈശോയെ സ്നേഹിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ഈശോ തന്നെ ഒരു കൃപ കൊണ്ടൊരു ആത്മാർത്ഥതയൊക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു, അറിഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഇരിക്കുകയാണ് ദൈവത്തിൻ്റെ പരിപാലനയാൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതചരിത്രം വായിക്കാൻ ഇടയാകുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു സംഭവത്തിൽ കൂടി ഈശോ പറഞ്ഞിരിക്കുന്ന വചനങ്ങളൊക്കെ നമുക്ക് ചിലതൊക്കെ നമുക്ക് ജീവിച്ചാൽ മതി, അത്രയൊക്കെ പറ്റുള്ളൂ. ഈശോ പറഞ്ഞിരിക്കുന്ന എല്ലാ വചനവും ജീവിക്കാൻ പറ്റുമൊന്നുമില്ല, ആവശ്യമില്ല എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണ് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ലിയോ കപ്പുച്ചൻസ് എഴുതിയ പുസ്തകം വായിക്കേണ്ടതായത്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, ആ പുസ്തകത്തിൻ്റെ ഏതാണ്ട് 56ാമത്തെ പേജ്, 20 വർഷം മുന്നുള്ള സംഭവമാണ്. 56ാമത്തെ പേജ് ഞാൻ പതിവ് പോലെ കട്ടിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പുസ്തകം വായിക്കുകയാണ്. അപ്പോൾ 56ാമത്തെ പേജ് വായിക്കുമ്പോൾ അസീസിലെ ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ മെത്രാൻ്റെ മുന്നിൽ ഒരു പ്രത്യേക, ഇപ്പോൾ എല്ലാം വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, തൻ്റെ സമ്പത്തിൻ്റെ മേൽ നിരവകാശിയായിട്ട് ഫ്രാൻസിസിനെ പ്രഖ്യാപിക്കാൻ ഒരു സാഹചര്യത്തിൽ അപ്പം ഫ്രാൻസിസ് പറഞ്ഞു, എനിക്ക് പിതാവിൻ്റെ സമ്പത്തൊന്നും വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ അപ്പൻ അല്പ അഹങ്കാരത്തെ പറയും, നീട്ടിരിക്കുന്ന വസ്ത്രം പോലെ തന്നെയാന്ന് പറയുന്നു. ഉടനെ മെത്രാനുണ്ട്, അപ്പം നിൽപ്പുണ്ട്, പല ആൾക്കാർ നിൽപ്പുണ്ട്. ഒരു പ്രത്യേക ഒരു അഭിഷേകത്തിൽ തൻ്റെ ഉടുവസ്ത്രം കൂടി ഉരിഞ്ഞ് ആ അപ്പൻ്റെ കാലങ്ങൾ അത് ഇപ്പോഴത് ഓർക്കുന്ന സമയത്ത് ഇങ്ങനെ ചങ്ക് തുടിക്കുന്നുണ്ട്. എന്തൊരു അഭിഷേകത്തിനാണ് അദ്ദേഹം കാര്യം ചെയ്തത്. അപ്പം ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ ഹവയം പോലെ പാപം ചെയ്യുന്നതിന് മുമ്പ് വസ്ത്രമില്ലായിരുന്നാണല്ലോ പറയുന്നത്. ആ ഒരു ആദ്യത്തിൻ്റെ ഹവയുടെ ലെവലിലേക്ക് ഫ്രാൻസിസ് അങ്ങോട്ടേ നിൽക്കുന്ന നിൽപ്പിനങ്ങ് വളരുകയാണ്. അല്ലെങ്കിൽ പൗലോസിൻ്റെ ഭാഷയിൽ യേശുക്രിസ്തുവിനെ ധരിക്കുക, അതായത് ഈ ലോകത്തിൻ്റെ വസ്ത്രം മാറ്റിയിട്ട് യേശുക്രിസ്തുവിനെ ഫ്രാൻസിസ് പൂർണ്ണമായിട്ട് ചുറ്റുന്ന ഒരു അവസ്ഥ. അത് വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലഭിച്ച ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അത് ഒരു 10,000 ധ്യാനങ്ങൾ കൂടിയാൽ അഭിഷേകം ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം നമ്മുടെ ഹൃദയം ഇവിടുന്ന് മാറ്റിയിട്ട് വേറൊരു ഹൃദയം ഇവിടെ കൊണ്ട് ലഭിക്കുന്നൊരവസ്ഥ. ഇപ്പം എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, കത്തോലിക്ക വിശ്വാസത്തിലുള്ള
വിശ്വാസ പ്രമാണത്തിലെ 12 വകുപ്പുകളിലെ ഒരു വകുപ്പാണ് പുണ്യവാന്മാരുടെ ഐക്യം. ആ ഒരു വിശ്വാസത്തിൽ എത്രയോ ശ്രേഷ്ഠം അല്ലെങ്കിൽ എത്രമാത്രം സത്യമാണെന്ന് അനുഭവിച്ചറിഞ്ഞ സമയമായിരുന്നു അത്. കത്തോലിക്കാ സഭ ഒരു വിശുദ്ധനായി പ്രഖ്യാപിച്ച ഒരു വിശുദ്ധൻ്റെ ജീവചരിത്രം വായിക്കുന്ന സമയത്ത് ആ വിശുദ്ധമുള്ള സ്നേഹത്തിലാകുന്ന സമയത്ത് അതിശക്തമായ പരിശുദ്ധാത്മാവിഷയം ലഭിക്കുക. ഇപ്പോൾ കത്തോലിക്കാ സഭയിലെ ഓരോ വിശ്വാസ സത്യങ്ങളും ഓരോ ഔദ്യോഗികമായ കാര്യങ്ങളും എന്തുമാത്രം അഭിഷേകപൂരിതമാണ്. കത്തോലിക്കാ സഭ എത്ര ശ്രേഷ്ഠം, സഭയിലെ ഓരോ ഘടകങ്ങൾ, ഓരോ അനുഷ്ഠാനങ്ങൾ എല്ലാം എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് അനുഭവിച്ചറിഞ്ഞൊരു സമയമായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച ആ ഒരു അഭിഷേകത്തിലൂടെ തന്നെ ഞാൻ ഫ്രാൻസിസിൻ്റെ അച്ഛനിങ്ങനെ ഈ ഒരു രീതിയിൽ ശിഷ്യനായെങ്കിൽ ഇപ്പോഴും കേട്ടോ, ഇപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മീയ പിതാവ് അച്ഛൻ ഫ്രാൻസിസ് തന്നെയാണ്. അത് ഇപ്പം ഈ ഈശോയുള്ള സ്നേഹം നമുക്കറിയാം, അത് ഈശോ സൂര്യനും ഇദ്ദേഹം ചന്ദ്രനായിട്ട് നിൽക്കുകയാണ്, നമുക്കറിയാം. പക്ഷെ നമുക്ക് ഈശോയിലേക്ക് ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ഫ്രാൻസിസ് ഇപ്പോഴും നമുക്കൊരു വെല്ലുവിളിയായിട്ട് ഇങ്ങനെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കൂടുതൽ ഇങ്ങനെ അടുത്തടുത്ത് ഒരു ബന്ധമായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ അച്ഛനോട് സംസാരിച്ചും പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരു വലിയൊരു ആഗ്രഹം, എല്ലാ മാസങ്ങളും നമ്മൾ ഓൺലൈൻ ഞാൻ നടത്തുന്നുണ്ടല്ലോ, ഇനി ഈ ഫ്രാൻസിസ് വർഷത്തിൽ ഇനിയുള്ള ധ്യാനങ്ങൾ ഒരു ഫ്രാൻസിസ് ധ്യാനം നടത്തുന്ന ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിസിൻ്റെ സ്പിരിച്വാലിറ്റി അവതരിപ്പിച്ചുകൊണ്ട് ആ സ്പിരിച്വാലിറ്റിയിൽ സുവിശേഷത്തിൻ്റെ കാമ്പ് മുഴുവൻ ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാ വശങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അത് ഓരോന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം, അദ്ദേഹത്തിൻ്റെ ശുദ്ധതയോടുള്ള സ്നേഹം, പ്രകൃതിയോടുള്ള സ്നേഹം, ദൈവസ്നേഹം, സഹോദര സ്നേഹം, അങ്ങനെ സഭയിലെ ഓരോ ഘടകങ്ങളോടും ക്രിസ്തുബാനുള്ള സ്നേഹം, അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഫ്രാൻസിസിലൂടെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയും അങ്ങനെ ഒരേ സമയത്ത് ഈശോയെ സ്നേഹിപ്പിക്കുക, ഫ്രാൻസിസിനെ സ്നേഹിപ്പിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിപ്പിക്കുക, അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ്. അതിപ്പോൾ എനിക്ക് ഒരു പൊതുവിൽ പറയാനുള്ളൂ. അച്ഛനെങ്ങനെ ഒരു കത്തോലിക്കാസിൽ അനേകം കോൺഗ്രേഷനൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനൊരു കേരളത്തിലാണെങ്കിൽ അങ്ങനെ പല കോൺഗ്രേഷനുണ്ട്, ഇങ്ങനെ കപ്പൂച്ചൻ സഭയിലേക്ക് വരാനുള്ള ഒരു പ്രേരണയും അച്ഛൻ്റെ ആ ഒരു ഫ്രാൻസിസ് ബന്ധമൊക്കെ ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ഇതില് സത്യം പറഞ്ഞാൽ കപ്പൂച്ചൻ സഭ വരാനുള്ള കാരണം ഫ്രാൻസിസിനോടുള്ള സ്നേഹമൊന്നും അല്ല. ഇനി വേറെ ആരും എടുത്തില്ല, കപ്പൂച്ചൻ സഭയെ എടുത്തുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേറെ സഭകരൊക്കെ പറഞ്ഞു നിന്നെ വേണ്ട എന്ന് പറഞ്ഞു. അവസാനം ഭരണങ്ങാനത്ത് വന്ന് ചേർന്നു. ഇവിടെയായിരുന്നു എൻ്റെ ദൈവവിളി എന്നുള്ളതേ ഉള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാണ് ഫ്രാൻസിസിനെ കുറിച്ച് ഞാൻ അറിയുന്നതും പഠിക്കുന്നതും ഒക്കെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഇനിയും കാര്യമായിട്ടൊന്നും തന്നെ പഠിച്ചിട്ടില്ല. പഠിക്കും തോറും പിന്നെയും ആഴത്തിലേക്ക് പോകുന്ന എന്താ പറയുക, ഒരു വലിയ വിശുദ്ധനാണ് അദ്ദേഹം. എന്തായാലും എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, സത്യത്തിൽ ഈ ലോകത്തിലുള്ളതെല്ലാം ചപ്പും ചവറുമാണ് യഥാർത്ഥത്തിൽ. നമ്മൾ ഏറ്റവും വലിയ ബന്ധങ്ങളും ഏറ്റവും വലിയ സുഖങ്ങളും അതുപോലെ നമ്മുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായ മരണം പോലും സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ അപ്പുറമാണ്. നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു വലിയ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജ് മാത്രമേ ഉള്ളൂ. നമ്മുടെ യഥാർത്ഥ ജീവിതം നിത്യജീവനാണെന്നൊരു വെളിച്ചം ഫ്രാൻസിസിനെ കിട്ടി. ആ വെളിച്ചമാണ്, അതൊരു വെളിച്ചമായിട്ട് കിട്ടി, അതൊരു ബോധ്യമായി മാറി. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ബാക്കി പിന്നെ അദ്ദേഹം എല്ലാം ചെയ്യുന്നത്. അപ്പം ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഒരു തിന്മയുടെ സ്വാധീനം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഉണ്ട്. ആ സ്വാധീനത്തെ ജയിച്ചുകൊണ്ട് എൻ്റെ യഥാർത്ഥ ലക്ഷ്യമായ ദൈവത്തിലേക്ക് എത്താൻ എനിക്ക് എന്തെല്ലാം പരിത്യജിക്കണോ അതെല്ലാം പരിത്യജിക്കാൻ ഞാൻ റെഡിയാണെന്നുള്ള ഒരു സാക്ഷ്യപത്രമായിട്ട് ഫ്രാൻസിസ് നിൽക്കുകയാണ്. ശരിക്കും ഫ്രാൻസിസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോക ജീവിതം നശ്വരമാണ്, വരാനിരിക്കുന്ന ജീവിതമാണ് അതിശ്രേഷ്ഠമെന്നല്ല, അതാണ് ജീവിതം. അപ്പം നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം ലോകത്തിന് മുഴുവനും നൽകാൻ വേണ്ടി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തയച്ച ഒരു വിശുദ്ധനാണ്. നമ്മളുടെ മനസ്സിലെ എല്ലാ അസ്വസ്ഥതകളും ഭാരങ്ങളും എല്ലാം ഈ ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ ദൈവം നമ്മളോട് പറയുന്നത് ഈ ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട, നിങ്ങൾ എന്നെക്കുറിച്ച് ഓർക്കുകയും എന്നെക്കുറിച്ച് ഓർത്ത് എന്നിൽ സ്വസ്ഥത കണ്ടെത്തി കഴിയുമ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഞാൻ എന്താഗ്രഹിക്കുന്നുവോ അതുപോലെ ഞാൻ ക്രമപ്പെടുത്തി തരാം. ശരിക്കും അതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. അപ്പം ആത്മീയതയുടെ ബേസ് എന്ന് പറയുന്നതാണ് ലോകത്തിലെ സുഖങ്ങളും ലോകത്തിലെ ബന്ധങ്ങൾ പോലും, ലോകത്തിൽ നിന്ന് കിട്ടുന്ന നല്ല വാക്കുകളും ലോകത്തിൽ കിട്ടുന്ന അധികാരവും
പണവും പ്രശസ്തിയും എല്ലാം വെറും ചപ്പും ചവറുമാണ് യഥാർത്ഥത്തിൽ നിത്യതയുമായി ബന്ധപ്പെടുത്തുമ്പോൾ എന്നുള്ള ഒരു വലിയ ബോധ്യമാണ് ഫ്രാൻസിസ് എനിക്ക് തന്നിരിക്കുന്നത്. ഈ ഫ്രാൻസിസ് പുണ്യാളൻ എന്ന് പറഞ്ഞ പോലെ ഗീതോമെത്രാനും മുന്നിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യമുണ്ട്, എൻ്റെ ദൈവം എൻ്റെ സമസ്തവും. എനിക്കൊന്ന് വാസ്തവത്തിൽ അതിലാണ് ഫ്രാൻസിസിൻ്റെ ആധ്യാത്മം മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. ഫ്രാൻസിസിനെ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഫ്രാൻസിസ് കാണിച്ച ആ ദാരിദ്ര്യ സ്നേഹവും അദ്ദേഹത്തിൻ്റെ ഉപേക്ഷയും അദ്ദേഹത്തിൻ്റെ ലൈംഗിക നിഷ്ഠയും പ്രകൃതി സ്നേഹവും സഹോദര സ്നേഹം മുഴുവൻ വരുന്നത് ദൈവത്തോടുള്ളൊരു സ്നേഹ പരവേശത്തിലാണ്. ഈശോയോട് അല്ലെങ്കിൽ ആ പരിശുദ്ധ ത്രിത്വത്തോടുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു പാരമ്യത്തിൽ തന്നെ സംഭവിച്ചു പോയതാണ്. അപ്പം അദ്ദേഹം ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിച്ചപ്പോൾ, ദൈവത്തോടുള്ള സ്നേഹപരവേശത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെട്ട കാര്യങ്ങൾ പെറുക്കിയെടുത്ത് അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വലിയ അപകടം, അത് ഫ്രാൻസിസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സംഭവിക്കുന്നത് ഫ്രാൻസിസിന് ദൈവത്തിന് വിഷമമുണ്ടാക്കുന്നതാണ്. ഫ്രാൻസിസ് എപ്പോഴൊക്കെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതാണ്, ഞാനീ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതല്ല, മറ്റേ കാര്യം ചെയ്തപ്പോൾ സംഭവിച്ചു പോയതാണ്. അപ്പം ഫ്രാൻസിസിന് നമ്മളോട് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, എൻ്റെ ദൈവം എൻ്റെ സമസ്തവും. ദൈവത്തിന് വേണ്ടിയുള്ളൊരു, ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി, ദൈവസ്നേഹം അനുഭവിക്കാൻ വേണ്ടിയുള്ളൊരു പരവേശം, അതിൽ ബാക്കിയെല്ലാം സംഭവിച്ചോളൂ. അപ്പം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. ഒരുപക്ഷെ പിന്നെ ആധ്യാത്മികതയുടെ പേരിൽ ദൈവത്തെ സ്നേഹിക്കുന്നതൊഴികെ ബാക്കിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പക്ഷേ കേരള സഭയ്ക്കൊക്കെ ഒരു ആഗോള സഭയ്ക്ക് മൊത്തത്തിൽ, പ്രത്യേകിച്ച് കേരള സഭയ്ക്കൊക്കെ വലിയൊരു സന്ദേശമായിരിക്കും ഫ്രാൻസിസിൻ്റെ ഈ ഒരു പുണ്യപ്പെട്ട വർഷത്തിൽ ലഭിക്കാൻ പോകുന്നത്. ദൈവത്തെ ദൈവമായിട്ട് ആരാധിക്കുക, ദൈവത്തെ ദൈവമായി സ്നേഹിക്കുക, ദൈവസ്നേഹത്തിൽ സമസ്തവും അർപ്പിക്കുക, ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയുള്ള വഴികളെ ദൈവത്തിന് പകരമായി കാണാതെ ദൈവത്തിന് പരമോന്നതമായ സ്ഥാനം കൊടുത്ത് ദൈവസ്നേഹത്തിൻ്റെ ഒരു തികവിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ആഹ്വാനം ഫ്രാൻസിസ് നടക്കാൻ ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് തോന്നുന്ന ഈ ഒരു ഫ്രാൻസിസ് വർഷത്തിൽ ഈ ഒരു ഫ്രാൻസിസിനെ കുറിച്ച് നമ്മൾ അവതരിപ്പിക്കുമ്പോഴൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ ഫ്രാൻസിസ് കരയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പൂർത്തീകരണമായിട്ടാണ് വിചാരണ ആശയം കൊണ്ടുവന്നത്. ഞാൻ അത്രയും ചിന്തിച്ചില്ലായിരുന്നു. പക്ഷേ ആ എൻ്റെ ദൈവം എൻ്റെ സർവസ്വം എന്നുള്ള ആ ഒരു ചിന്ത, അതിൽ നിന്നാണ് ബാക്കിയെല്ലാം ചെയ്യുവാനായിട്ട് ഫ്രാൻസിസിന് സാധിച്ചത്. പക്ഷേ എൻ്റെ ദൈവം എൻ്റെ സർവസ്വം എന്ന ചിന്തയിലേക്ക് ഒരാൾ വളരുന്നത്, അതിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത്, എന്നെ ദൈവം അഗാധമായ അളവില്ലാതെ സ്നേഹിക്കുന്നു. എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നത് ആരുമില്ല. എൻ്റെ മാതാപിതാക്കളില്ല, സഹോദരങ്ങളില്ല, പ്രപഞ്ചമില്ല. എന്നെ അത്രമാത്രം ഈശോ സ്നേഹിക്കുന്നു, പിതാവ് സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവ് സ്നേഹിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് അത്രമാത്രം വിലയുണ്ട് എന്ന ഒരു തിരിച്ചറിവ് ഒരാൾക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് ഇത്രമാത്രം സ്നേഹിക്കപ്പെടാൻ ഞാൻ എന്ത് യോഗ്യനാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഐ എം എ സിന്നർ എന്ന് പറഞ്ഞ ആ വ്യക്തി ആരംഭിക്കും. ആ സിന്നർ എന്ന് പറഞ്ഞുള്ള അനുതാപ കീർത്തനം പിന്നെ ആരാധനയായിട്ട് മാറും, ആരാധന അഭിഷേകമായിട്ട് മാറും, അഭിഷേകം സഭയ്ക്ക് മൊത്തം അനുഗ്രഹമായിട്ട് മാറും. അപ്പം ഇതാണ് ഫ്രാൻസിസിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇസ് ദിസ് വൺ, റിയലൈസേഷൻ ഓഫ് ഗോഡ്സ് ട്രെമൻഡസ് ലവ് ടുവേർഡ്സ് one's own self, and then from there he first beginning is this I am a sinner. ഇതാണ് സ്റ്റാർട്ടിങ്. ഇപ്പം ഈ നല്ല തന്നെ മലമുകളിലെ നമ്മളെ ശ്രോതാക്കൾ മിക്കവർക്ക് അറിയാവുന്നതാണ്, രണ്ട് സഹോദരന്മാർ. അവർ ഫ്രാൻസിസിയൻ കൺവെൻഷൻസ് ആയിരുന്നു തോന്നുന്നു. അവർ അവിടെ നിന്ന് ഫ്രാൻസിസിൻ്റെ സഭയിലായിരിക്കുമ്പോൾ ഫ്രാൻസിസിൻ്റെ ഈ അഗാധമായ ദൈവസ്നേഹത്തിൽ ആകൃഷ്ടരായിട്ട് കുറച്ചുകൂടി തീക്ഷ്ണതയിൽ സ്നേഹിക്കണമെന്ന ആഗ്രഹത്തോടെ ഇപ്പോൾ 30 വർഷത്തോളമായിട്ട് മലമുകളിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്നേഹജീവൻ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിൽ അവരുടെ ലീഡറായിട്ടുള്ള ബ്രദർ സണ്ണി പറയാനുള്ളൊരു കാര്യം ആക്ച്വലി ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് പറ്റുന്ന ഓർത്തു. അപ്പോൾ അദ്ദേഹത്തിന് മലമുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തിരുവചന വായനയിൽ രണ്ട് വചനങ്ങൾ സ്ട്രൈക്ക് ചെയ്തു. ഒന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:9, എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. അപ്പോൾ പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ സ്നേഹിക്കുന്ന അത്രയും അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു. അപ്പം ഇത് അദ്ദേഹം പറഞ്ഞത്, ഇത് ഉള്ളിലേക്ക് ഇത് വരികയും ആ ഒരു അറിവും അഭിഷേകം ഒരുമിച്ച് വരികയാണ്. ഇത് അദ്ദേഹം പറയുന്നത് അസ്ഥികൾ പോലും പൊട്ടുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന അത്രയും, ഇത് ദൈവം ചെയ്യുന്നതെല്ലാം എപ്പോഴും എല്ലാവരോടുമാണല്ലോ.
ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം അത് അദ്ദേഹത്തിനുള്ള വെളിപാടല്ലത്. ഇത് നമ്മൾ രണ്ടുപേരോടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള, അത് ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് ഓർക്കുമായിരുന്നത്, ഇത് നമുക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്യണം. പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ സ്നേഹിക്കുന്ന അത്ര സ്നേഹം കൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയ സ്നേഹം നമ്മുടെ മേൽ വന്ന് നിൽക്കെ നമുക്ക് ഈ ഭൂമിയിലുള്ള പരിമിതമായ നമുക്കറിയാം, നമുക്കെന്നെ അനുഭവം, നമുക്കെന്നെ അറിയാം. നമ്മൾ ശരിക്കും സ്നേഹിക്കപ്പെടുന്ന സമയത്ത് നമുക്കൊന്നും കിട്ടിയാൽ നമുക്ക് കുഴപ്പമില്ല. ഒരു ഭൂമിയുള്ളൊരു മനുഷ്യനും തന്നെയാണെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച സമയത്ത് ഒന്ന് കിട്ടിയാൽ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ ഇതുപോലെ ഒരു മഹാസ്നേഹം നമ്മളെ സ്നേഹിച്ച് നിൽക്കുന്നു എന്നുള്ള ആ ദൈവസ്നേഹത്തിലുള്ള വിശ്വാസം വന്നു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം പറഞ്ഞു, യോഹന്നാൻ സുവിശേഷത്തിന്റെ 17-ാം അധ്യായത്തിൽ, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. അങ്ങനെ പറയുന്നു. അച്ഛൻ പറഞ്ഞാൽ പറയരുത്. അതായത് നമ്മളുടെ അച്ഛൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് ഫ്രാൻസിസിന്റെ ദൈവസ്നേഹ ജീവിതത്തിന്റെ അടിസ്ഥാനം ഒരുപക്ഷെ ഫ്രാൻസിസിന്റെ ഈ ഒരു അളവിൽ അത് മനസ്സിലാകുന്ന പോലെ നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ദൈവം എന്നെ അഗാധമായി സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു സ്നേഹാനുഭവം, അതിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ, കാരണം സ്നേഹിക്കപ്പെടുന്ന വ്യക്തിക്കല്ലാതെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം എന്നെ അഗാധമായി സ്നേഹിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ അനുഭവിച്ച് അത് അനുഭവമായി തീരുന്നതനുസരിച്ചാണ് എൻ്റെ ദൈവം എൻ്റെ സമസ്തം എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ വളർന്നു വരുന്നത്. അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞപ്പോൾ അവർക്ക് വളരെ വളരെ കൃത്യമായ ഒരു അളവിലാണല്ലോ അച്ഛൻ പറഞ്ഞത് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിത് ഫ്രാൻസിസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ധ്യാനങ്ങൾ നടത്തണമെന്ന് പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ആ ധ്യാനങ്ങളിലേക്ക് സ്നേഹത്തോടെ നിങ്ങളെല്ലാം സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് നമ്മൾ അറിയിക്കും. അപ്പം നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഫ്രാൻസിസ് പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥതയും നമുക്ക് യാചിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹാ സ്തുതിയായിരിക്കട്ടെ.